ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് മാറാൻ പോകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി BJP സ്ഥിരമായിട്ട് രണ്ടാം സ്ഥാനത്ത് വന്നിരുന്ന മഞ്ചേശ്വരത്തെയും കാസർഗോഡെയും മണ്ഡലങ്ങൾക്കപ്പുറത്ത്, ഒരുപക്ഷെ നേമത്ത് ഉൾപ്പെടെ അതിനപ്പുറത്തേക്ക് വിവിധ ജില്ലകളിലെ നിരവധി മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം കാഴ്ചവെക്കുകയും കേരളത്തിൻ്റെ നിയമസഭയിൽ ആദ്യമായിട്ട് ഇടം നേടുകയും ചെയ്ത തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ ആരംഭിക്കുമ്പോൾ BJP നിയമസഭാംഗമുള്ള പാർട്ടി, 7-8 സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടി. ഈ സ്ഥിതിയിൽ നിന്നാണ് BJP തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. ഇന്ന് കേരളത്തിലുടനീളം ശക്തമായിട്ടുള്ള ഒരു ത്രികോണ മത്സരം സൃഷ്ടിക്കാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും സ്ഥാനാർത്ഥികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ നടത്താവുന്ന വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പിൽ BJPയുടെ ശക്തമായിട്ടുള്ള സാന്നിധ്യം, ആ സാന്നിധ്യം രണ്ട് പാർട്ടികളെയും അലോസരപ്പെടുത്തുന്നു, അവർക്ക് ആശങ്കയുണ്ടാക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് രണ്ട് മുന്നണികളും, കോൺഗ്രസ് മുന്നണിയും CPM മുന്നണിയും. ഇവർ രണ്ടു കൂട്ടരും അവരുടെ എതിരാളികളുമായിട്ട് BJP സഖ്യമുണ്ടാക്കി എന്ന ആരോപണം ഉന്നയിച്ചത്. അത് BJPയുടെ സാന്നിധ്യം അവരെ ആശങ്കാകുലരാക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കേരളത്തിലെ കഴിഞ്ഞ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള നിരവധി പൊതുജനങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങൾ ജനങ്ങളുടെ ഇടയിൽ സജീവ ചർച്ചാ വിഷയമായിട്ടുണ്ട്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വോട്ട് ഏത് രീതിയിലേക്കാണ് പോകാൻ പോകുന്നത് എന്നുള്ളത് നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കും. ഉദാഹരണത്തിന് ശബരിമലയിൽ ഇടതുപക്ഷം സർക്കാർ എടുത്ത സമീപനം, വിശ്വാസികളെക്കെതിരായിട്ട് നടത്തിയ അതിക്രമങ്ങൾ, ഈ സർക്കാരിൻ്റെ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള നിരവധി വീഴ്ചകൾ, ഉദാഹരണത്തിന് സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ പ്രതിരോധത്തിൽ നിൽക്കുന്ന CPM നേതാക്കന്മാർ, അവരുടെ പങ്ക്, സംസ്ഥാന സർക്കാർ ഈ കേസിൽ, ഈ പ്രശ്നത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ അവിഹിതമായിട്ടുള്ള ഇടപെടലുകൾ, തൊട്ട് സ്പീക്കർ കസ്റ്റംസിൻ്റെയും EDയുടെയും ചോദ്യം ചെയ്യലിന് വിധേയമാകാൻ പോലും മടി കാണിക്കുന്ന ഒരു സാഹചര്യം. ആഴക്കടൽ മീൻപിടുത്തം ഗൗരവമേറിയ ഒരു വിഷയമായിരുന്നു. കോവിഡ് നേരിടുന്നതിലും ആ കോവിഡിൻ്റെ ഭാഗമായിട്ട് സ്പ്രിംഗ്ലർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എടുത്തിട്ടുള്ള സമീപനം, അതൊരു പ്രശ്നമായിരുന്നു. പിൻവാതിൽ നിയമനം എന്നുള്ള സജീവമായിട്ടുള്ള മറ്റൊരു വിഷയം ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കാൻ പോകുന്ന മറ്റൊരു ഘടകമാണ്. അതോടൊപ്പം കേന്ദ്രത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ നിരവധി ക്ഷേമ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും, ഇതും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധിയെഴുതുന്നതിന് മാനദണ്ഡമാക്കുന്ന ഘടകങ്ങളാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പല ഘട്ടങ്ങളിൽ CPMനകത്തും കോൺഗ്രസിനകത്തും ഉണ്ടായിട്ടുള്ള പരസ്പര ഭിന്നതകൾ, അതും ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. CPMനകത്ത് ഇപ്പോഴും CPM എന്ന് പറയുന്ന പാർട്ടി വ്യക്തിപൂജയെ പ്രോത്സാഹിപ്പിക്കാത്ത പാർട്ടിയാണെന്നാണ് ഇത്രയും കാലം അവകാശപ്പെട്ടിരുന്നത്. ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്നാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് അതിൻ്റെ പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. വ്യക്തിപൂജ എന്നുള്ള ഒരു പുതിയൊരു ശൈലി, ആ ശൈലി എത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല, അത് ഇന്നലെ അതിൻ്റെ ഏറ്റവും അപഹാസ്യമായിട്ടുള്ള രൂപത്തിലേക്ക് അത് ഇന്നലെ എത്തി.
സിനിമാ താരങ്ങളെ അണിനിരത്തി താരനിശ നടത്തിക്കൊണ്ടാണ് താരനിശ നടത്തിക്കൊണ്ട് പ്രചരണം നടത്തുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. അത് കേരളത്തിൽ CPMൻ്റെ പുതിയ മുഖമാണ്, പുതിയ ഒരു രീതിയാണ്. ധർമ്മടത്ത് വിജയിക്കണമെങ്കിൽ സിനിമാക്കാരെ അണിനിരത്തണം എന്നുള്ള ഗതികേടിലായോ ശ്രീമാൻ പിണറായി വിജയൻ എന്നാണ് പാർട്ടി അണികൾ ചോദിക്കുന്നത്. മാത്രമല്ല, അതല്ല, ഈ മണ്ഡലത്തിലെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗം P. ജയരാജന് ഒപ്പമാണ് എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണോ ആളുകളെ കൂട്ടാൻ വേണ്ടിയിട്ട് സിനിമാ താരങ്ങളെ അണിനിരത്താൻ, താരനിശ നടത്താനും ഒക്കെ പ്രേരിപ്പിച്ചത്? ഇനി ഇതൊന്നുമല്ല, വാളയാർ കുഞ്ഞുങ്ങളുടെ അമ്മ അവിടെ മത്സരിക്കുന്നു എന്നുള്ള ആശങ്കയുണ്ടോ? ആ ആശങ്ക മറികടക്കാൻ അതിനുവേണ്ടി താരങ്ങളെ ഇറക്കിക്കൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമം, ആ ശ്രമമായിരുന്നു അതിൻ്റെ പിന്നിൽ. ഈ താരനിശക്കെല്ലാമുള്ള പണം എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് ഈ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ചോദിക്കുന്നത്. അത് അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ നികുതിപ്പണമാണോ, അതോ കള്ളപ്പണത്തിൻ്റെ ഒരംശം, കള്ളക്കടത്ത് നടത്തിയതിൽ നിന്ന് കിട്ടിയ ഒരംശമാണോ അവിടെ ചെലവഴിച്ചത്? ഇതാണ് ഇന്നലത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് കേരളത്തിൽ CPM അതിൻ്റെ സമാപനം കുറിച്ചത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലാണ്. കാരണം ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത് മുഴുവൻ നടന്നത്. അപ്പോൾ CPM ഏത് സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. ഇന്നലെ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പറഞ്ഞത് ഈ കോൺഗ്രസിന് എതിരായിട്ട് മാത്രമാണ് BJP സംസാരിക്കുന്നത്, കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ് BJP പറയുന്നത്. എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മുക്ത ഭാരതം പറയുന്നില്ല എന്നാണ്. എനിക്ക് വാസ്തവത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ അവസ്ഥയിൽ എനിക്ക് സഹതാപമുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള, രാജ്യത്തെ ഏറ്റവും വലിയ നേതാവ് എന്ന് അവകാശപ്പെടുന്ന, കോൺഗ്രസ്സുകാർ അവകാശപ്പെടുന്ന ആൾ, അദ്ദേഹത്തിന് നാടിൻ്റെ, ഈ രാജ്യത്തെ യാഥാർത്ഥ്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു ധാരണയില്ല എന്നല്ലേ കാണിക്കുന്നത്. കാരണം ഇന്ത്യയിൽ സ്വന്തമായിട്ട് ഒരു MP-യെ ജയിപ്പിക്കാൻ പറ്റാത്ത CPM, കാരണം കേരളത്തിലാകെ ഒരു സീറ്റാണ് അവർ ജയിച്ചത്. തമിഴ്നാട്ടിൽ 25 കോടി ഉറപ്പിക്കുകയും വാങ്ങി ഒരു 3 MP സ്ഥാനവും വാങ്ങിയിട്ടാണ് MP-മാരെ DMK-യുടെ സഹായത്തോടുകൂടി ജയിപ്പിച്ചെടുത്തത്. 25 കോടിയോ അങ്ങനത്തോ ആണ് കണക്ക്. അവർ തന്നെ പ്രസിദ്ധീകരിച്ച കണക്കാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ള കണക്കാണ്. വേറെ എവിടെ നിന്ന് അവർ ജയിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയെ കോൺഗ്രസുമായിട്ട് താരതമ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസിൻ്റെ നേതാവ് എത്തുന്നു എന്ന് പറയുമ്പോൾ ആ പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ ഗതികേട്, ആ ഗതികേടാണ് ഇത് വ്യക്തമാക്കുന്നത്. അങ്ങനെ ഒരാളാണ് കോൺഗ്രസിൻ്റെ താരപ്രചാരകനായിട്ട് കേരളത്തിൽ വന്നത് എന്ന് പറയുമ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യവും സഖ്യവും നടത്തുന്ന വലിയ മുന്നേറ്റമാണ്. ഇപ്പോൾ ഇന്നലെ കിട്ടിയിട്ടുള്ള ചില സൂചനകളനുസരിച്ച് കേരളത്തിലെ 20ഓളം മണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി മുന്നേറ്റം നടത്താനിടയുള്ള ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം കാഴ്ചവെച്ച് വിജയത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള 20ഓളം മണ്ഡലങ്ങളിൽ CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള ഒരു രഹസ്യധാരണ, അതിനു വേണ്ടിയിട്ടുള്ള ചില അണിയറ പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ടുള്ള വിവരമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഒരു സൂചനയാണ് ഇന്നലെ മുല്ലപ്പള്ളി പറഞ്ഞത്. മുല്ലപ്പള്ളി പറഞ്ഞത് അബദ്ധമായി എന്ന് തോന്നിയതുകൊണ്ട് ഇന്ന് ഉമ്മൻചാണ്ടി തിരുത്തി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പറ്റിയ അബദ്ധം ഏതായാലും ഇനിയിപ്പോൾ തിരുത്തി പറഞ്ഞതുകൊണ്ട് ജനങ്ങൾ തിരിച്ചറിയാതിരിക്കില്ല. കാരണം മഞ്ചേശ്വരത്ത് നിങ്ങൾ ഞങ്ങളെ സഹായിച്ചു കഴിഞ്ഞാൽ പകരം ഞങ്ങൾ നിങ്ങളെ മറ്റു പല സ്ഥലങ്ങളിലും സഹായിക്കാം. ആ മറ്റു പല സ്ഥലങ്ങളിൽ ഉൾപ്പെടുന്നതിൽ ആ സ്ഥലങ്ങളിൽ നിയമം ഉൾപ്പെടുമോ? കാരണം K. മുരളീധരനെ കൈയൊഴിയാൻ കോൺഗ്രസ് തീരുമാനിച്ചോ? അതോ അതിനപ്പുറത്തുള്ള മറ്റേതൊക്കെ മണ്ഡലങ്ങളിലാണ് ഈ തരത്തിൽ പരസ്പര ധാരണയുടെ ഭാഗമായിട്ട് കോൺഗ്രസിൻ്റെ വോട്ട് തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്? അതിൻ്റെ ചർച്ചകൾ പുരോഗമിക്കുന്നു, അണിയറ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, കേരളത്തിൽ ഒരു മാറ്റമുണ്ടാകണം. ഈ രണ്ട് മുന്നണികൾ മാറി മാറി ഭരിക്കുന്ന ഈ സാഹചര്യം,
ആ സാഹചര്യം മാറുന്നതിലൂടെ മാത്രമേ കേരളത്തിൽ പുരോഗതി ഉണ്ടാവുകയുള്ളൂ, കേരളത്തിൽ ജനങ്ങൾക്ക് ക്ഷേമം ഉറപ്പുവരുത്താൻ കഴിയുകയുള്ളൂ. അതിന് ഉതകുന്ന തരത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തെ വിജയിപ്പിക്കാൻ ഈ തരത്തിലുള്ള അണിയറ നീക്കങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട്, ഈ തരത്തിലുള്ള പരസ്പര ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് വിധിയെഴുതണം എന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ഈ രണ്ടു കൂട്ടരും തമ്മിലുള്ള ഈ ധാരണ ജനഹിതത്തിനെതിരായിട്ടുള്ള അവിശുദ്ധ സഖ്യമാണ്. ജനങ്ങൾ വിജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിയെയും മുന്നണിയെയും, അങ്ങനെയുള്ള സ്ഥാനാർത്ഥിയെയും മുന്നണിയെയും വിജയിക്കുന്നതിൽ നിന്ന് തടയാൻ പരസ്പരം ഏറ്റുമുട്ടുന്നു എന്ന് കേരളത്തിൽ ഒരു പ്രതീതി സൃഷ്ടിക്കുന്ന, രാജ്യം മുഴുവൻ ഒരുമിച്ച് നിൽക്കുന്ന ആളുകൾ കേരളത്തിലേക്ക് കൂടി ആ സഖ്യം വ്യാപിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം ഇതുവരെ സൃഷ്ടിച്ചിട്ടുള്ള അവരുടെ മൂടുപടം, ആ മൂടുപടം മുഴുവൻ അഴിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, കേരളത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള സമീപനം സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു. അത് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ 20 മണ്ഡലത്തിൽ അവർക്ക് സഹായിക്കാനാണോ എനിക്ക് എൻ്റെ പ്രയോജനത്തിനാണോ? അതുകൊണ്ട് ഞാനിപ്പോൾ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ കേരളത്തിലെ ഇതിന് മുമ്പ് വോട്ട് കച്ചവടം, വോട്ട് വിറ്റതും വോട്ട് വാങ്ങിയതും BJP ആണ് എന്നുള്ളത് BJPയുടെ നേതാക്കന്മാർ ഇതിനെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ജയിൽമാരാർ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും അവസാനം പത്മനാഭൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്? അല്ല, നമുക്ക് നിങ്ങൾ ദേശാഭിമാനിയുടെ വിലയിരുത്തൽ അതായിരിക്കും. ദേശാഭിമാനി അങ്ങനെ ഒരു വിലയിരുത്തലേ നടത്താൻ പറ്റുള്ളൂ. വട്ടിയൂർക്കാവിലും നേമത്തും പരസ്പരം ഈ സഹകരണം ഉണ്ടായിരുന്നു, അതേപോലെ മഞ്ചേശ്വരത്തുണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരനും CPM നേതാക്കന്മാരും അല്ലേ പറഞ്ഞത് TN സീമ തോറ്റത് 3ാം സ്ഥാനത്ത് പോയത് എന്തുകൊണ്ടാണെന്ന് തിരുവനന്തപുരത്തുകാർക്ക് അറിയാലോ ഭംഗിയായിട്ട്. അതിൽ BJP ഒന്നുമില്ല. ഗുരുവായൂരിൽ BJP പ്രഖ്യാപിച്ചിട്ടുണ്ട്. BJPയുടെ നയം വളരെ വ്യക്തമായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. BJP കാരണം CPM നേതാക്കന്മാർ പറയുന്നു കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നു, കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നു CPM-ഉമായിട്ട് സഖ്യമാണ്. ഇത് തന്നെ വളരെ വ്യക്തമല്ലേ? രണ്ടു കൂട്ടരുമായിട്ട് സഖ്യമില്ല. രണ്ടു കൂട്ടരോട് ഒരേപോലെ സഖ്യം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് ഈ പാർട്ടികളല്ല, ജനങ്ങളാണ്. ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പമാണ്. നിയമം ഉൾപ്പെടെയുള്ള നിരവധി മണ്ഡലങ്ങളിൽ ഇവരാര് വിചാരിച്ചു കഴിഞ്ഞാലും ആ ജനഹിതത്തെ അട്ടിമറിക്കാൻ സാധിക്കില്ല. ജനഹിതത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെ ജനങ്ങൾ പാഠം പഠിപ്പിക്കും. അതിനല്ലേ ഇത്ര വലിയൊരു എക്സസൈസ് നടക്കുന്നത്? നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാനെങ്ങനെ ഒറ്റക്ക് കണ്ടുപിടിക്കും? ഏത് സർവേ പറഞ്ഞിരിക്കുന്നത് എനിക്കറിയില്ല. സർവേകളൊന്നും അല്ലല്ലോ തീരുമാനിക്കുന്നത്, അവസാനം ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ BJPക്ക് ഒരൊറ്റ സീറ്റ് കിട്ടും. ഒരു സീറ്റ് നിയമത്തുണ്ടല്ലോ. BJP ഒന്നിലേറെ സീറ്റ് കിട്ടും, അതേപോലെ വോട്ട് കൂട്ടുക. ഒരു സീറ്റ് പോലും കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുന്നില്ല. അല്ല, അത് ഇല്ലാത്ത കാര്യം ചർച്ചയുണ്ടല്ലോ. ഞാൻ അതിനെക്കുറിച്ച് മറുപടി പറയാൻ താല്പര്യമില്ല. കാരണം നിങ്ങൾ ഇപ്പോൾ കേരളത്തിൽ CPM-ന് ഒരു സീറ്റും കിട്ടിയില്ലെങ്കിൽ എന്താണെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചാൽ എന്തുണ്ടാവും? അതേപോലെയാണ് ആ ചോദ്യത്തിലേക്ക് കടക്കണ്ട. ആ ചോദ്യം അപ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ ക്യാമ്പയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഏജൻസീസിനെ ഉപയോഗിച്ച് നാടിന്റെ വികസനം പ്രിവെന്റ് ചെയ്യുന്നതാണ് അവരുടെ ഈ ക്യാമ്പയിൻ. എന്തെങ്കിലും ഗുണം ആർക്കെങ്കിലും? അല്ല, ഒന്നാമത്തെ കാര്യം മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ ക്യാമ്പയിൻ അതല്ലല്ലോ. ഈ ക്യാമ്പയിനൊന്നും എഫക്റ്റീവ് അല്ലാത്തത് കൊണ്ടല്ലേ സിനിമാ താരങ്ങളെ ഇറക്കിയിട്ട് ഇന്നലെ ധർമ്മടത്ത് ഷോ നടത്തേണ്ടി വന്നത്. ഈ ക്യാമ്പയിനൊക്കെ പോയി. ആ ക്യാമ്പയിനൊന്നും എവിടെയും ഏശുന്നില്ല എന്ന് CPM തന്നെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണല്ലോ. കാരണം ധർമ്മടം പോലെയുള്ള ഒരു ഉറച്ച സീറ്റ് എൻ്റെ ഓർമ്മയിൽ ഈ അടുത്ത കാലത്തൊന്നും അവിടെ ആരും CPM അല്ലാതെ ആരും ജയിച്ചിട്ടില്ല. പക്ഷെ ആ മണ്ഡലത്തിൽ പോലും P. ജയരാജന് വലിയ സ്വാധീനമുണ്ട്. ഈ പറഞ്ഞ പ്രചരണങ്ങളൊന്നും തന്നെ ഈ ക്യാപ്റ്റൻ വിളിയൊന്നും അതൊക്കെ ചുറ്റും നിൽക്കുന്ന വീട്ടുവേലക്കാർ നടത്തുന്നതല്ലാതെ ബാക്കിയുള്ള ആളുകളൊന്നും ക്യാപ്റ്റൻ്റെ വിളിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ
സിനിമാ താരങ്ങളെ ഇറക്കിയിട്ട് കുറച്ച് ആളെ കൂട്ടാനുള്ള ശ്രമം നടത്തിയത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ക്യാമ്പയിൻ ഇഷ്യൂസൊക്കെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. സിനിമാ താരങ്ങളെ ഇറക്കി വോട്ട് പിടിക്കേണ്ട ഗതികേടിലേക്ക് CPM-ന്റെ കേരളത്തിലെ മുഖ്യമന്ത്രി എത്തി എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. കേരളത്തിലെ രണ്ട് പ്രമുഖ സിനിമാ താരം BJP സ്ഥാനാർത്ഥികളാണ്. സുരേഷ് ഗോപി, കൃഷ്ണകുമാർ. ഈ സിനിമാ താരങ്ങളെ സ്ഥാനാർത്ഥിയാക്കി BJP സിനിമാ താരങ്ങൾക്ക് എന്താണ് അയോഗ്യത? ഒരു അയോഗ്യതയില്ല. എൻ്റെ ചോദ്യം അയോഗ്യതയല്ലല്ലോ. എൻ്റെ ചോദ്യം CPM അവരുടെ ഇഷ്യൂസൊക്കെ ജനങ്ങൾ തള്ളിക്കളഞ്ഞത് കൊണ്ടാണോ ഈ തരത്തിലുള്ള ഒരു നടപടി എടുത്തത്? അങ്ങനെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തരും. അവരെ CPM പറയട്ടെ, ഞങ്ങൾ അങ്ങനെ അതുകൊണ്ടല്ല, എന്തുകൊണ്ടാണെന്ന് അവർ പറഞ്ഞാൽ മതി. P. ജയരാജന്റെ സ്വാധീനം കൊണ്ടാണോ, അത് മറികടക്കാനാണോ ഇത് ചെയ്ത്? ഞാൻ 3-4 കാര്യങ്ങൾ ചോദിച്ചു. ഇതിൽ ഏതാണെന്നുള്ളതാണ് എനിക്കും വ്യക്തമാവാത്തത്. P. ജയരാജന്റെ കാരണം കൊണ്ട്, അല്ലെങ്കിൽ വാളയാർ കുട്ടികളുടെ അമ്മ അവിടെ മത്സരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞ ഇഷ്യൂസ് ഒന്നും പ്രസക്തമല്ലാതായി എന്നുള്ളത് കൊണ്ട്, ഇതിലേതാണെന്ന് പറഞ്ഞു? അത്രേ ഞാൻ ചോദിക്കുന്നു. നേമത്തും കഴക്കൂട്ടത്തും മാത്രമല്ല, കേരളത്തിലെ നിരവധി മണ്ഡലങ്ങളിൽ, ഏതാണ്ട് ഒരു 20-നപ്പുറത്തുള്ള മണ്ഡലങ്ങളിൽ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം. പ്രധാനമില്ലല്ലോ. ത്രികോണം എന്ന് പറഞ്ഞാൽ 3 സ്ഥാനാർത്ഥികൾ. ത്രികോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരത്തിൻ്റെ അർത്ഥം അതല്ല. മറ്റേതിന് നേരിട്ടുള്ള ഏറ്റുമുട്ടൽ എന്നാണ് പറയുന്നത്. തീരുമാനിച്ചിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ BJP. ഒരു കൺഫ്യൂഷനില്ല. BJPക്കാർ കൺഫ്യൂഷനില്ല. വോട്ട് ചെയ്യേണ്ട ആളുകൾക്കല്ലേ കൺഫ്യൂഷൻ ഉണ്ടാവേണ്ടത്. അവർക്ക് കൺഫ്യൂഷൻ ഇല്ല. BJP വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആർക്കെന്ന് പറഞ്ഞല്ലേ, എല്ലാ പത്രം ഒരു മനസ്സാക്ഷിയില്ല. വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എൻ്റെ പല വാർത്തകളിലും എഴുതും, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതിയതിന് അടിസ്ഥാനം നിങ്ങൾക്കല്ലേ അറിയാം. നിങ്ങൾ എന്ത് ഉദ്ദേശത്തിൽ എഴുതി, ആ ഉദ്ദേശം നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. ഞങ്ങൾ ഇങ്ങനെ ഉദ്ദേശത്തിലാണ് എഴുതിയത്. വളരെ വ്യക്തമായിട്ട് BJP പറഞ്ഞിട്ടുണ്ട്. BJP അവിടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതിന് അപ്പുറത്ത് ഞാൻ ഇനിയൊന്നും പറയേണ്ട ആവശ്യമില്ല. സംസ്ഥാന പ്രസിഡന്റ് അതല്ലേ പറഞ്ഞത്? ജില്ലാ നേതൃത്വം BJPയിൽ ഏതായാലും ജില്ലാ നേതൃത്വത്തിനേക്കാൾ വലുതാണ് സംസ്ഥാന പ്രസിഡന്റ്. KUWJ-യിലും അത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. COT നസീർ അല്ലല്ലോ, BJPയുടെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ ബാക്കി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കാണാം. കൊല്ലപ്പെട്ട ഒരു കുടുംബത്തിന്റെ ഭൂമി താങ്കളുടെ ഒരു പേഴ്സണൽ സ്റ്റാഫ് തന്നെ ഒരു സെക്രട്ടറി ആയിട്ടുള്ള ഒരു സമിതി കൈവശപ്പെടുത്തിയതായിട്ട് ഇന്റലിജൻസിന്റെ നിങ്ങൾ ദേശാഭിമാനിയല്ലേ? നിങ്ങൾ എഴുതിയ വാർത്തയല്ലേ? നിങ്ങൾ കോടതിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ പോലീസിന് കൊടുത്തിട്ട് അന്വേഷിപ്പിക്കും. അതിന് മതി. ആ അന്വേഷിച്ച് കണ്ടുപിടി. ബാക്കി പിന്നെ നമുക്ക് കാണാം.